ആയുർപ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തൈലം നിങ്ങൾക്ക് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, അതുപോലെ തന്നെ അലർജികൾ, വിറവാദം, കൈ ഇങ്ങനെ വരക്കുന്ന രോഗം, ചെവി സംബന്ധമായ രോഗം, ചെവിയിൽ നിന്ന് വെള്ളം വരിക, ആ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക, സ്മെല്ല് ഉണ്ടാകുക, ഇതിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കൈക്കൊണ്ടൊരു ഔഷധത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തെങ്ങിൻ പൂക്കുല. നാടൻ തെങ്ങിന്റെ പൂക്കുല എടുക്കണം, കിളുന്തായിരിക്കണം. ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഉപയോഗത്തെ കുറിച്ച്, എങ്ങനെയാണത് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാദ്യം തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കാം, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നീലുമ്മത്തിന്റെ കായും ഇലയും 200 ഗ്രാം നല്ലവണ്ണം അരച്ചെടുക്കാം. അതുപോലെ തന്നെ വാതക്കൊടി ഒരു 200 ഗ്രാം എടുക്കുക, നല്ലവണ്ണം പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കുക. അതുപോലെ തന്നെ കരിനൊച്ചിയില നല്ല പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ലവണ്ണം അരച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 200 തന്നെ മുയൽച്ചെവിയും എടുക്കണം. ഇതും നല്ല പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ അരച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പൂവാങ്കുരുതൽ നല്ല പേസ്റ്റായിട്ട് അത് അരച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അല്പം ഇതിന്റെ ഡബിൾ ജലം ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഇത് കഷായം വെക്കണം. നല്ല രീതിയിൽ തിളപ്പിച്ച് ഇതിന്റെ കട്ടുകളെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിന്റെ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം ഇതൊരു തുണിയിൽ വെച്ച് അരിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ 3 തേങ്ങയുടെ തലപ്പാല് ഇതിലേക്ക് ചേർത്ത് അതിന്റെ മീതെ നിങ്ങൾക്ക് കിട്ടുന്ന പിഴിഞ്ഞ് തിളപ്പിച്ചെടുത്ത് വറ്റി കുറുക്കി വരുമ്പോൾ എത്രത്തോളം ഇതിലേക്ക് കഷായ രൂപത്തിലുള്ള മരുന്നുണ്ടോ അതിന്റെ ടേബിള് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 3 തേങ്ങയുടെ തലപ്പാല് ഇതൊഴിക്കണം. ചെറു തീയിൽ, മന്ദാഗ്നിയിലായിരിക്കണം പിന്നീട് നിങ്ങൾ കത്തിക്കേണ്ടത്. ആ ചെറു തീയിൽ നിങ്ങൾ തൈലം ശരിയാക്കി എടുക്കണം. ഇനി ഇതിന്റെ ഉപയോഗക്രമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾ ശിരസിൽ വെച്ചിട്ട് കുളിക്കുക. ഈ നെറുകയിൽ മാത്രം തേച്ചിടുക. അങ്ങനെ നിങ്ങൾ മുടങ്ങാതെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളമുള്ള തുമ്മല് മാറിക്കിട്ടും, സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് മാറിക്കിട്ടും, കൈകൾ ഇങ്ങനെ വിറക്കുന്ന വിറവാദമുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇയർ ബാലൻസ് കംപ്ലൈന്റ്, അതൊക്കെ പെട്ടെന്ന് എണീക്കുമ്പോൾ ഒരു സൈഡ് തിരിയുമ്പോൾ വീഴുന്ന എല്ലാ രോഗങ്ങൾക്കും കൈക്കൊണ്ട ഒരു ഔഷധമാണ് ഇത്. ആയുർപ്രകാശ് വൈദ്യശാലയിൽ വർഷങ്ങളോളമുള്ള ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ കാരണന്മാർ തുടങ്ങിയിട്ടുള്ള വൈദ്യന്മാരെ ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു കൈക്കൊണ്ട ഔഷധ ഒരു തൈലമാണ് നിങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ചെയ്തു വരുന്നതാണ്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈലം. അപ്പോൾ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, പ്രായമായിട്ട് വരുന്നതോറുള്ള ഉറക്കക്കുറവ് ഉണ്ടാവും. അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ എന്താ പറയുക, എണീറ്റ് നടക്കുന്ന അസുഖം, പെട്ടെന്ന് നമ്മൾ പകുതിയോളം ഉറങ്ങി അത് കഴിയുമ്പോൾ നമുക്ക് ഉറക്കമില്ലാതെ എണീക്കാൻ കാര്യങ്ങളും ഒരു അസ്വസ്ഥത പോലെ നടക്കുന്ന അസുഖങ്ങൾക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ശാരീരികമായ വേദനകൾക്ക്, വാദസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം തന്നെ ഇത് ശിരസിൽ വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നട്ടല് വരെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങളും എല്ലാം ലഭിക്കും. ഇതുപോലെ പുതിയൊരു അറിവിലേറ്റ് വരുമ്പോൾ നന്ദി, നമസ്കാരം.